ജീവിതത്തിൽ നാണം കെട്ട ചില സന്ദർഭങ്ങൾ. ബസ് വന്നിട്ടുണ്ടല്ലോ. ചേട്ടാ നിർത്തൂ. അയ്യേ നിർത്തിയില്ല ചമ്മി. ഭാഗ്യത്തിന് ആരും കണ്ടു. നാണം കെട്ട്. ഇവിടെ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. ഇതൊക്കെ എപ്പോൾ വന്ന്? ഈശ്വര, ദയാ കൊച്ചു നോക്കി ചിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. നടന്ന് കോളേജിൽ പോവാം. അവനെന്താണ് കളറിട്ടേക്കണേ? ഇന്ന് ബർത്ത്ഡേ ആണോ? ഹേയ്, അതൊക്കെ സ്കൂളിലെ പരിപാടികളല്ലേ. ദേ അവിടെയും കുറേ പേര് കളറിട്ടേക്കണ്. ഇതെന്തത്? ഞാൻ മാത്രമാണ് യൂണിഫോം ഇട്ട് വന്നേക്കണ്. എടാ നീ എന്താണ് കേരളപ്പിറവിയായിട്ട് മുണ്ടെടുക്കാണ്ട് യൂണിഫോം ഇട്ട് വന്നേ? അത് ശരി സുഭാഷ്, ഇന്നറിഞ്ഞല്ലത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഞാൻ ക്ലാസ്സിൽ കയറി ചെന്നതിന് അവന്മാരെല്ലാവരും കൂടി എന്നെ തീർന്ന്. ക്ലാസ്സിലുള്ളവർ കാണുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിൽ പോവാം, അതാ നല്ലത്. ചേട്ടാ അരി വാങ്ങാൻ. ഈശ്വര, വിരൽ വയ്ക്കുമ്പോൾ മസിൽ കാരണം മെഷീൻ പൊട്ടിപ്പോവാതെ നോക്കണേ. ശരിയായില്ലേ? ടെൻഷൻ. കയ്യിലെ രേഖകളൊക്കെ മാഞ്ഞു പോയിന്ന് തോന്നണു. പിന്നെയും ദൈവമേ, ക്യൂവിൽ നിൽക്കുന്നവർക്കൊക്കെ ഞാൻ മാറിയിട്ട് വേണം വാങ്ങാൻ. വേറെ വിരൽ വെച്ചോക്കാലേ കർത്താവേ. ഇതെന്നെ കൊണ്ടേ പോവൂ. അയ്യോ, ആ ചേച്ചിയുടെ നോട്ട് നോക്കി. പുള്ളിക്കാരത്തേക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയി സീരിയൽ കാണാൻ തോന്നുന്നു. മോൻ അങ്ങോട്ട് മാറിക്കന്നാ, ബാക്കിയുള്ളവർക്ക് കൊടുക്കട്ടെ. താങ്ക്സ്. ചീന് നാറി. ഈ ഭൂമി പിളർന്നൊന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ നൈസായിട്ട് സ്കൂട്ടായാലോ. അമ്മച്ചോട് പറയാൻ റേഷൻ കട അടച്ചു എന്ന്.